Hello everyone, welcome back to my channel. കേരള സ്റ്റേറ്റ് 10th ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പോയട്രി എന്ന് പറയുന്ന പാബ്ലോ നെരൂഡയുടെ ഒരു പോയട്രിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെഫ്താലി റിക്കാർഡോ റെയസ് ബസുവൽട്ടോ എന്ന് പറയുന്ന പോയറ്റ്, അതായത് പാബ്ലോ നെരൂഡ, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പോയട്രി എഴുതാനുണ്ടായ ഒരു ഇൻസ്പിറേഷൻ എന്താണ്, എപ്പോഴാണ് അദ്ദേഹം പോയട്രി എഴുതി തുടങ്ങിയത്, എന്തായിരുന്നു ഒരു സ്പാർക്ക്. ഓക്കെ, നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊന്ന് പെട്ടെന്ന് വരുന്ന തോന്നലാണ്. അപ്പോൾ പാബ്ലോ നെരൂഡയ്ക്ക് വന്ന ആ ഒരു സ്പാർക്ക് എന്താണ്, പോയട്രി എഴുതുന്നതിൻ്റെ മുമ്പ്, പോയട്രി അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് വരുന്നതൊക്കെ മുമ്പ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായിരുന്നത്, എങ്ങനെയായിരുന്നു അദ്ദേഹം, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെ സംഭവിച്ചു, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 3 പീരിയഡ്സ് ആയിട്ടാണ് ഈ വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പോയറ്റിൻ്റെ എക്സ്പീരിയൻസസ് ആണ്, പോയട്രി ലൈഫിൽ വരുന്നതിനൊക്കെ മുമ്പും പോയട്രി വന്നപ്പോൾ സംഭവിച്ചതും അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന മാറ്റങ്ങളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോയട്രിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വർക്കിൻ്റെ പേര് പോയട്രി എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് poetry arrived in search of me. And it was at that age. And അത് ആ ഏജിലാണ്. ദാറ്റ് ഏജ് എന്ന് പറഞ്ഞാൽ ആ കാലത്താണ് പോയട്രി arrived in search of me. പോയട്രി വന്നത് in search of me. എന്നെ അന്വേഷിച്ച് പോയട്രി വന്നത്, അതായത് പാബ്ലോ നെരൂഡ നമ്മുടെ പോയറ്റിനെ അന്വേഷിച്ച് പോയട്രി വന്നത് ആ കാലത്താണ്. I don't know where it came from winter or a river. എനിക്കറിയില്ല, 2 തവണ പറയുന്നുണ്ട്. I don't know, എനിക്കറിയില്ല പോയട്രി where it came from, അതായത് പോയട്രി എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ഫ്രം വിൻ്റർ ഓർ എ റിവർ, വിൻ്ററിൽ നിന്നാണോ, വിൻ്ററിൻ്റെ പ്രത്യേകത എന്താണ്, ഫ്രോസൺ ആയിരിക്കും അല്ലേ, ഇങ്ങനെ നമ്മൾ തണുത്ത് നിൽക്കുന്ന ഒരു പീരിയഡാണ്. അപ്പോൾ വിൻ്റർ എന്നുള്ള ഇമേജ് പറയുമ്പോൾ അവർക്ക് ഫ്രോസൺ സ്റ്റേറ്റ് ആണ് അല്ലേ. റിവർ എന്ന് പറഞ്ഞാൽ എന്താ ഓർക്കേണ്ടത്, ഫ്ലോയിങ് ആണ്, റിവർ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ 2 കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് വിൻ്റർ, ഒന്ന് റിവർ. അപ്പോൾ ഇത് രണ്ടും നേച്ചറിൻ്റെ 2 ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെ നേച്ചറിൽ നിന്നാണോ ഇൻസ്പിറേഷൻ കിട്ടിയത് എന്ന് ഉള്ള മീനിങ് ആണ് അവിടെ. I don't know how or when. No, they were not voices, they were not words, nor silence. എനിക്കറിയില്ല, ഹൗ എങ്ങനെയാണ്, വെൻ എപ്പോഴാണ്, നോ ദേ വെർ നോട്ട് വോയിസസ്, അത് വോയിസസ് ആയിട്ടൊന്നും അല്ല വന്നത്, എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദേ വെർ നോട്ട് വേർഡ്സ്, വാക്കുകളും ആയിരുന്നില്ല. നോർ സൈലൻസ്, എന്നാൽ സൈലൻസും ആയിരുന്നില്ല. ഓക്കെ, ശബ്ദങ്ങളും കേട്ടില്ല, വേർഡ്സും കേട്ടില്ല, എന്നാൽ സൈലൻസും കേട്ടില്ല, അതായത് സൈലൻസും ആയിരുന്നില്ല. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമ്മൻഡ്. പക്ഷേ ഒരു സ്ട്രീറ്റിൽ നിന്നാണ് എന്നെ സമ്മൻഡ് എന്ന് പറഞ്ഞാൽ എന്നെ ഓർഡർ ടു കം എന്നുള്ള മീനിങ് ആണ്. എന്നെ വരാനായിട്ട് ഓർഡർ ചെയ്തു. ഓക്കെ, ഒരു സ്ട്രീറ്റിൽ നിന്നാണ് എന്നെ വരാനുള്ള ഓർഡർ ഇട്ട് പോയട്രി വിളിച്ചത്. ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്, എപ്പോഴാണ് സംഭവിക്കുന്നത്, രാത്രി. ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് മീനിങ് രാത്രിയിൽ എപ്പോഴോ. അബ്രപ്റ്റ്ലി ഫ്രം അതേഴ്സ്, അതായത് അൺഎക്സ്പെക്റ്റഡ്ലി ഫ്രം ദി അതേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കൂടെ നിന്നപ്പോൾ എന്നെ അപ്രതീക്ഷിതമായിട്ട് എന്നെ വിളിച്ചു. എമംഗ് വയലന്റ് ഫയേഴ്സ് എന്ന് പറഞ്ഞാൽ പാബ്ലോ നെരൂഡ ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ആയിരിക്കാം. ഓക്കെ, വയലന്റ് ഫയേഴ്സ് ഉദ്ദേശിക്കുന്നത് അതാണ്, ഒരു പ്രൊട്ടസ്റ്റും അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ നടന്നപ്പോൾ. ഓർ റിട്ടേണിങ് എലോൺ, ഞാൻ ഒറ്റയ്ക്ക് തിരിച്ച് വരുമ്പോളാവാം. There I was without a face and it touched me. അപ്പോൾ എന്താണ്, ഇത്രയൊക്കെ ഉള്ളപ്പോൾ എനിക്കൊരു ഫേസ് ഉണ്ടായിരുന്നില്ല. ഫേസ് എന്ന് വെച്ചാൽ ഒരു ഐഡൻറ്റിറ്റി. എനിക്ക് അന്നൊരു ഐഡൻറ്റിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ആണ് ഇറ്റ് ടച്ച്ഡ് മീ, പോയട്രി വന്ന് എന്നെ തൊട്ടത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൻസറിൽ പറഞ്ഞത് പോയറ്റിനെ വന്ന് ടച്ച് ചെയ്യുന്നതിന് മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചത് ടച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആൻസറിൽ അവസാനമാകുമ്പോൾ പോയട്രി വന്ന് നമ്മുടെ പാബ്ലോ നെരൂഡനെ ടച്ച് ചെയ്തിട്ടുണ്ട്.
സെക്കൻഡ് സ്റ്റാൻസയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. എനിക്കറിയില്ല എന്ത് പറയുമെന്ന്. മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്. എൻ്റെ മൗത്തിൽ എന്താ നെയിംസ് ഒന്നും വരുന്നില്ല. മൈ ഐസ് വെയർ ബ്ലൈൻഡ്. എൻ്റെ കണ്ണുകൾ ബ്ലൈൻഡായിരുന്നു, എനിക്കൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ. പക്ഷേ എൻ്റെ സോൾ, എൻ്റെ ആത്മാവിൽ എന്തോ തുടങ്ങി. എന്തായിരുന്നു? ഫീവർ ഓർ ഫൊഗോട്ടൺ വിങ്സ്. ഫീവർ ആയിരിക്കാം. ഫീവർ മീനിങ് ആ ഒരു പോയറ്റിക് ഇൻസ്പിറേഷൻ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, പോയറ്റിക് ഇൻസ്പിറേഷൻ ആവാം. ഓർ ഫൊഗോട്ടൺ വിങ്സ്. ഫൊഗോട്ടൺ വിങ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് അറിയാം. അപ്പോൾ ഇവിടെ ഫൊഗോട്ടൺ വിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ നാളായിട്ട് നമ്മൾ മറന്നു കിടന്നിരുന്ന നമ്മുടെ ക്രിയേറ്റിവിറ്റി. ഇവിടെ പോയറ്റിൻ്റെ ക്രിയേറ്റിവിറ്റി, അതായത് പോയറ്റിന് ഉള്ളിൽ ആ ഒരു സ്കില്ലുണ്ടായിരുന്നു, പക്ഷേ അത് ഫൊഗോട്ടൺ സ്കില്ലായിരുന്നു അല്ലേ. അതാണ് ഇവിടെ ഫൊഗോട്ടൺ വിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഐ മെയ്ഡ് മൈ ഓൺ വേ ഡെസിഫറിങ് ദാറ്റ് ഫയർ. എന്നിട്ട് ഞാൻ എൻ്റെ സ്വന്തം വഴി ഞാൻ ഉണ്ടാക്കി. ഡെസിഫറിങ് ദാറ്റ് ഫയർ. ഡെസിഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു സക്സീഡ് ഇൻ ഫൈൻഡിങ് മീനിങ് ഓഫ് സംതിങ് ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റീഡ് ഓർ അണ്ടർസ്റ്റാൻഡ്. അതായത് ബുദ്ധിമുട്ടുള്ള, മനസ്സിലാക്കാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കി, അങ്ങനെ സക്സസ്ഫുൾ ആയി. അതിനെയാണ് ഡെസിഫറിങ് എന്ന് പറയുക. അതായത് അതെന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ നമ്മളത് മനസ്സിലാക്കുന്നതിൽ സക്സസ് ആയി, നമുക്കത് മനസ്സിലായി, ബുദ്ധിമുട്ടുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പോൾ ആ ഒരു ഫയർ ഞാൻ എന്താ പറയുക, ഡെസിഫർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എൻ്റെ ആ ഒരു എൻ്റെ സ്കിൽ എന്താണ്, എഴുതുക എന്നുള്ളതാണ്. അതെനിക്ക് മനസ്സിലായി. ആൻഡ് ഐ റോട്ട് ദ ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻ. എന്നിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ വരികൾ എഴുതി. വിത്തൗട്ട് സബ്സ്റ്റൻസ്, പ്യുവർ നോൺസെൻസ്, പ്യുവർ വിസ്ഡം ഓഫ് സംവൺ ഹു നോസ് നത്തിങ്. അതായത് ഫസ്റ്റ് ലൈൻ ഞാൻ എഴുതിയത്, ഒരു പോയിറ്റ് അയാളുടെ ഫസ്റ്റ് ലൈൻ എഴുതുമ്പോൾ ഒരിക്കലും അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏറ്റവും സൂപ്പർബാണ്, ഫസ്റ്റ് വരി തന്നെ നീ എഴുതിയത് സൂപ്പറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഒരു പോയിറ്റ് ഫസ്റ്റ് ലൈൻ എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പാബ്ലോ നെരൂഡ നല്ലൊരു പോയിറ്റാണ് അല്ലേ. അദ്ദേഹം പറയണം, അദ്ദേഹം അന്ന് ഫസ്റ്റ് ലൈൻ എഴുതിയത് ഇങ്ങനത്തെ ആയിരുന്നു എന്നറിയാമോ? വിത്തൗട്ട് സബ്സ്റ്റൻസ്, പ്യുവർ നോൺസെൻസ്. പ്യുവർ ഒരു നോൺസെൻസ് ആയിരുന്നു അത്. ഒരു സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പറയില്ലേ, ഇതിലൊന്നും ഇല്ലല്ലോ, ഒരു സബ്സ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ, ഒരു കഴമ്പില്ല എന്നൊക്കെ പറയില്ലേ, അതേപോലെയായിരുന്നു. പ്യുവർ വിസ്ഡം ഓഫ് സംവൺ ഹു നോസ് നത്തിങ്. ഒന്നും അറിയാത്ത ആളുടെ അറിവ് പോലെയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു ഐഡിയ. ഒന്നും അറിയില്ലാത്ത ആളുടെ അറിവ് പോലെ, വിച്ച് മീൻസ് പ്യുവർ നോൺസെൻസ് ആയിരുന്നു ഫസ്റ്റ് എഴുതിയ വരികൾ. And suddenly I saw the heavens unfastened and open, planets, palpitating plantations, shadow perforated, riddled with arrows, fire and flowers, the wintering night, the universe. പെട്ടെന്ന് ഞാൻ ആ വരികൾ എഴുതി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്ന കാര്യങ്ങളുടെ പേരുകളാണ് ഇവിടെ പോയിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? സഡൻലി ഐ സോ ദ ഹെവൻസ് അൺഫാസ്റ്റൻഡ്. പെട്ടെന്ന് തന്നെ ഞാൻ നോക്കിയപ്പോൾ സ്വർഗം, അൺഫാസ്റ്റൻഡ് മീനിങ് അൺലോക്ക്ഡ്, ലോക്ക് തുറന്നു. ആൻഡ് ഓപ്പൺ അല്ലേ, കെട്ടഴിഞ്ഞിട്ട് സ്വർഗം ഓപ്പൺ ആയി വരുവാണ്. പ്ലാനറ്റ്സിനെ എനിക്ക് കാണാൻ പറ്റി. പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസ്. പാൽപിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടു ബീറ്റ് റാപ്പിഡ്ലി. ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റേഷൻസ്, പ്ലാന്റ്സ് ഒക്കെയാണ്. അതായത് വൈബ്രൻ്റ് ആയിട്ട് ഭയങ്കര ലൈവ്ലി ആയിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എൻവയൺമെൻറ്റ് അത് കാണാൻ പറ്റി. ഷാഡോ പെർഫോറേറ്റഡ്. ഷാഡോ നിഴലുകൾ, പെർഫോറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു മേക്ക് എ ഹോൾ, അതായത് ഇങ്ങനെ ഹോളിലൂടെ, ഷാഡോസിൻ്റെ ഹോളിലൂടെ. ഓക്കെ, ആ ഹോൾ ഉണ്ടാക്കിയത് ആരാന്നാണ് നെക്സ്റ്റ് ലൈനിൽ പറയുന്നത്. റിഡിൽഡ് വിത്ത് ആരോസ്. തുളച്ചു തന്നത് ആരാണ്? ആരോസ് കാണാൻ പറ്റി. അതായത് ഷാഡോ, ആരോസ് തുളച്ച്, അപ്പോൾ ആ ഒരു ഷാഡോയിലൂടെ ഇങ്ങനെ ഹോൾസ് വന്നു. ആരോസ് ആണ് ഹോൾസ് ഉണ്ടാക്കിയത്, അത് കാണാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പെട്ടെന്ന് ഇരുണ്ട് കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു സ്പേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു ആരോസിൻ്റെ ആ ഒരു അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലൈറ്റ് വരില്ലേ. ഇരുണ്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചെറിയ ഗ്യാപ്പിലൂടെ വെട്ടം വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു അങ്ങനെ ഒരു ഇമേജ് ഇല്ലേ. യെസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫയർ ആൻഡ് ഫ്ലവേഴ്സ്.
ഇവിടെ എന്തൊക്കെയാണ് അയാളുടെ കൺമുന്നിൽ വന്നത്? നമ്മുടെ പോയിറ്റിൻ്റെ കൺമുന്നിൽ എന്തൊക്കെയാണ് വന്നത്? ഫയർ, ഫ്ലവേഴ്സ്, വിൻഡിങ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന രാത്രി. അതേപോലെ ദ യൂണിവേഴ്സ്. കണ്ടോ? യൂണിവേഴ്സിലുള്ള ഇത്രയും കാര്യങ്ങൾ ആണ് അദ്ദേഹം കണ്ടത്. ഫസ്റ്റ് വരി എഴുതി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു അദ്ദേഹത്തിൻ്റെ എന്താ കണ്ണിൽ കണ്ട കാഴ്ചകളാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഐ ഇൻഫിനിറ്റസിമൽ ബീങ് drunk with the great starry void, likeness, image of mystery, felt myself a pure part of the abyss. ഇവിടെ ലാസ്റ്റ് എന്താണ് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലൈൻ എഴുതി. സോ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു സന്തോഷം, എന്തൊരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് നെക്സ്റ്റ് സ്റ്റാൻസ. ആൻഡ് ഐ ഇൻഫിനിറ്റസിമൽ ബീങ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി സ്മോൾ ബീങ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്തൊരു ഏറ്റവും ചെറിയൊരു അത്രയുള്ള ഒരാളാണ് ഞാൻ. ഡ്രങ്ക് വിത്ത് ദിസ് ഗ്രേറ്റ് സ്റ്റാറി വോയിഡ്. എനിക്ക് ഒരു എന്താ പറയുക, ഗ്രേറ്റ് സ്റ്റാറി വോയിഡ് എന്ന് പറഞ്ഞാൽ വോയിഡിൻ്റെ മീനിങ് എന്താ? ശൂന്യമായിട്ട് കിടക്കുന്ന, അതായത് നക്ഷത്രം നിറഞ്ഞ ആ ഒരു ശൂന്യത, അത് കുടിച്ച പോലെയായിരുന്നു എനിക്ക്. ലൈക്നെസ്, ഇമേജ് ഓഫ് മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്ത് പോലെയാണ്? ഇമേജ് ഓഫ് മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇവിടെ ശൂന്യമായിട്ടുള്ള ആകാശത്തിൻ്റെ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആ ശൂന്യത ഇവിടെ എന്തിനോട് കമ്പയർ ചെയ്തേക്കുന്നത്? ഇവിടെ ഇമേജ് ഓഫ് മിസ്റ്ററി, നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്ന അതിനോടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. കൺഫ്യൂസിങ് ആണെന്നറിയാം. അതായത് ഡ്രങ്ക് വിത്ത് ദ ഗ്രേറ്റ് സ്റ്റാറി വോയിഡ്, ലൈക്നെസ്, ഇമേജ് ഓഫ് മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നക്ഷത്രങ്ങളുടെ ശൂന്യത, നിഗൂഢതകൾ നിറഞ്ഞു കിടക്കുന്ന നക്ഷത്രങ്ങളുടെ ശൂന്യത അത് കുടിച്ച പോലെയായിരുന്നു എനിക്ക്. ഫെൽറ്റ് മൈസെൽഫ് എ പ്യുവർ പാർട്ട് ഓഫ് ദി ആബസ്. എനിക്ക് അത് എഴുതി കഴിഞ്ഞപ്പോൾ തോന്നിയത് ആബസ് എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായിട്ട് കിടക്കുന്ന, അതായത് ഏറ്റവും ടോപ്പിൽ വിശാലമായിട്ട് കിടക്കുന്നതിനെയാണ്. അതായത് നമ്മുടെ ഈ വേൾഡിൻ്റെ ഏറ്റവും ടോപ്പ്, അതിലേറ്റവും വിശാലമായിട്ട് കിടക്കുന്ന അതിലൊരു ഭാഗമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും ടോപ്പ് ലെവലിൽ വിശാലമായിട്ട് കിടക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ഭാഗം അത്രയ്ക്കും ഗ്രേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഐ വീൽഡ് വിത്ത് ദ സ്റ്റാർസ്. എന്നിട്ടോ ഞാൻ നക്ഷത്രങ്ങളുടെ കൂടെയാണ് ഇങ്ങനെ പോയി. മൈ ഹാർട്ട് ബ്രോക്ക് ലൂസ് ഓൺ ദ വിൻഡ്. എൻ്റെ ഹൃദയം കാറ്റിൽ ഇങ്ങനെ ലൂസ് ഒഴുകി ഇങ്ങനെ നടന്നു എന്നാണ് പറയുന്നത്. എന്ന് ഇത്രയും മീൻ ചെയ്തേക്കുന്നത് എനിക്കത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പോയട്രി എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ആ ഒരു സന്തോഷത്തെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ശരിക്കും ഇങ്ങനെ കാറ്റിലിങ്ങനെ പറന്ന് നടക്കുന്ന പോലെയാണ് തോന്നിയെന്നൊക്കെ നമ്മൾ പറയില്ലേ. യെസ്, അതേപോലെ പോയറ്റിൻ്റെ ഹാർട്ട് ഇവിടെ വിൻഡിൽ, കാറ്റിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് പോലെ തോന്നി. അത്രയ്ക്കും ഹാപ്പി ആയി നമ്മുടെ പോയറ്റ്. ഇതാണ് പോയട്രി എഴുതി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പോയറ്റിക് ഇൻസ്പിറേഷൻ വന്ന് പോയറ്റിനെ അത് ടച്ച് ചെയ്ത് പോയട്രി എഴുതി തുടങ്ങി. അത് കഴിഞ്ഞുണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് ഇത്രയ്ക്കും ഉണ്ടായിരുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ പോയട്രി എന്ന് പറയുന്ന പോയം. പോയട്രി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.